അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ശ്രേഷ്ഠതയേറിയ ആദ്യത്തെ 10 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലർക്കും ഒരു സംശയമുണ്ടാകും, ഈ മുഹറം മാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി ശ്രേഷ്ഠതയില്ലേ, അതിന് പോരിശയില്ലേ എന്നൊക്കെ. മുഹറം മാസത്തിൻ്റെ അവസാനം വരെ ഈ മുഹറം മാസത്തിൻ്റെ എല്ലാ പോരിശകളും ലഭിക്കും. എന്നാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ചെറിയ ദിക്ർ പറഞ്ഞു തരുന്നുണ്ട്. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും. അത്ഭുതമാണിത്. കാരണം ഇത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ദിക്റാണ്. അതായത് അള്ളാഹുവിൻ്റെ നാമമാണ്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു മഹത്വമേറിയ ഒരു നാമമാണ്. ഈ നാമം നമുക്ക് ചൊല്ലാൻ തന്നെ നല്ലൊരു എളുപ്പമാണ്. മാത്രമല്ല, ഇത് ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സമാധാനം വരും. നമുക്ക് എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ആ ടെൻഷനൊക്കെ എങ്ങോട്ടാണ് പോയത് എന്ന് പോലും നമ്മൾ അറിയില്ല. അത്രക്കും ഒരു അത്ഭുതമാണ് ഈ ദിക്ർ. ഈ ദിക്ർ ജീവിതത്തിൽ നിത്യവും ചൊല്ലുന്ന ആളുകൾ എവിടെയും പരാജയപ്പെടില്ല. അവർക്ക് എന്നും വിജയമായിരിക്കും ഉണ്ടാകുക. മാത്രമല്ല, ഈ ദിക്ർ മെൻസസ്സുള്ള അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഈ ദിക്ർ ധാരാളം ചൊല്ലിയാൽ നിങ്ങളുടെ ആ ജോലി നിങ്ങൾക്ക് എളുപ്പമാകും. മാത്രമല്ല, നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ആ ദിവസം തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്ർ നമുക്ക് ജീവിതത്തിൽ പതിവായി ചൊല്ലാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ബറക്കത്തും അല്ലാഹു നൽകട്ടെ. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ആളുകളും നോമ്പുകാരാണ്. മാത്രമല്ല, മുഹറം 10 വരെ നോമ്പ് നോറ്റവരുണ്ട്. മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പ് നോറ്റവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെടുത്ത എല്ലാ നോമ്പുകളും സ്വീകരിക്കുമാറാകട്ടെ. മാത്രമല്ല, മുഹറം 10 വരെ ഒരുപാട് ആളുകൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും ദിക്റുകൾ അധികരിപ്പിച്ചിട്ടും സ്വലാത്ത് ചൊല്ലിയിട്ടും തസ്ബീഹ് ചൊല്ലിയിട്ടും ദുആകൾ അധികരിപ്പിച്ചിട്ടും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും അതുപോലെ കുടുംബത്തിൽ വിശാലത ചെയ്തിട്ടുമൊക്കെ ഒരുപാട് അമലുകൾ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയിട്ട് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അതൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. അതിനൊക്കെയും അർഹമായ പ്രതിഫലം ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. ഇനിയും അടുത്ത മുഹറം മാസത്തിൽ ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ധാരാളം ഇബാദത്ത് കൊടുക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നല്ല ആഫിയത്തും നല്ല ആരോഗ്യമുള്ള ദീർഘായുസ്സുള്ള സന്തോഷമുള്ള സമാധാനമുള്ള ബറക്കത്തുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ദിക്റുണ്ടല്ലോ, നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളില്ലെങ്കിലും, നിങ്ങൾക്ക് അതുപോലെ കടങ്ങളില്ലെങ്കിൽ, അതായത് എത്രയോ ആളുകൾക്ക് ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ കടത്തിൽപ്പെട്ട് അത് ഇനി എങ്ങനെയാണ് വീട്ടുക എന്നോർത്ത് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന എത്ര ആളുകളുണ്ട്. അവരൊക്കെയും ഈ ഒരു ദിക്ർ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല വീട്ടിത്തരും. കാരണം നമുക്ക് കടങ്ങൾ തരുന്നത്, സമ്പത്ത് നൽകുന്നത്, ജീവിതത്തിൽ സമാധാനം നൽകുന്നത്, ഐശ്വര്യം നൽകുന്നത്, ബറക്കത്ത് നൽകുന്നത്, നമുക്ക് നൽകുന്ന നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. നമുക്കൊന്നും തന്നെ നമ്മുടേത് എന്ന് പറയാൻ ഇല്ല. നമ്മൾ തന്നെ അള്ളാഹുവിൻ്റേതാണ്. പിന്നെ എങ്ങനെയാ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തു ചെയ്യുക? നിങ്ങൾക്ക് കടങ്ങളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ടെങ്കിൽ, ജോലിയില്ലെങ്കിൽ, എത്ര ചെറുപ്പക്കാരുണ്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾ. എന്നാൽ ചില ആളുകളുണ്ട്, ജോലി ഉണ്ടാകും, എന്നാൽ ജോലിക്ക് പോകാൻ വലിയ മടി. ജോലിക്ക് പോകണമെന്നൊക്കെ അവർക്ക് തലേ ദിവസം നല്ല ആഗ്രഹമുണ്ടാകും. നാളെ മുതൽ ജോലിക്ക് പോകണം, എന്നിട്ട് പണം ഉണ്ടാക്കണം എന്നൊക്കെ അവർ അവരുടെ നഫ്സിനോട് തലേ ദിവസം പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ ജോലിയുടെ ദിവസമായാൽ അവർക്ക് വലിയ മടി വരിക, ജോലിക്ക് പോകാനുള്ള താല്പര്യമില്ലാതെയാകുക, അതുപോലെ നിസ്കരിക്കാനുള്ള മടി, അല്ലാഹു സുബ്ഹാനഹു തആല ഇബാദത്ത് എടുക്കാൻ മടി.
എപ്പോഴും വീട്ടിൽ കിടന്നുറങ്ങുക, ഒരു ബറക്കത്തില്ലാതെ, ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ലാതെ, ഒരു സമാധാനമില്ലാതെ എത്രയോ ആളുകൾ ജീവിതത്തിൽ ജീവിച്ചു തീർക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം അതുപോലെ ആഖിറത്തിലെ ജീവിതം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുനിയാവും കരസ്ഥമാക്കും, അതുപോലെ തന്നെ ആഖിറവും സ്വന്തമാക്കും. നമുക്ക് രണ്ടും വേണം. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി, നല്ല ഐശ്വര്യത്തോടു കൂടി, നല്ല ഹാപ്പിയോടു കൂടി നമ്മൾ ജീവിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആലയും ഇഷ്ടപ്പെടുന്നത്. എന്നാൽ വലിയ മടി കാരണം, ജീവിതത്തിൽ ബറക്കത്തില്ലാത്തത് കാരണം എത്ര ആളുകളുടെ ജീവിതത്തിലെ സമാധാനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കും, ബറക്കത്ത് ലഭിക്കും. ഒന്നിനും ഒരു മടിയുണ്ടാകില്ല. എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ചത് എളുപ്പത്തിൽ ചെയ്തു തീർക്കാനുള്ള ഒരു മനക്കരുത്തും അതുപോലെ തന്നെ അതിനുള്ളൊരു ഉത്സാഹവും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു തആല വിജയം നൽകും. അതുകൊണ്ട് തന്നെ ഈ മടിയുള്ള ആളുകളൊക്കെ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് എന്നും ജോലിക്ക് പോകാൻ സാധിക്കും. മാത്രമല്ല, അവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടാകും. അവർക്ക് നിസ്കരിക്കാൻ മടിയുണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഇബാദത്തെടുക്കാനുള്ള മടിയുണ്ടാകില്ല. ദീനീ ചിട്ടയോടുകൂടി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന ഒരാളായി അല്ലാഹു സുബ്ഹാനഹു തആല അവനെ മാറ്റുന്നതാണ്. അതാണല്ലോ നമുക്ക് വേണ്ടത്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, അതുപോലെ വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്നവർ, സ്വന്തമായിട്ട് വീടില്ലാത്തവർ, വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മാരകമായ രോഗങ്ങൾ ബാധിച്ച് ജീവിതത്തിൽ എന്നും വേദന സഹിക്കാൻ കഴിയാതെ, വേദന സഹിച്ചുകൊണ്ട് ജീവിതം വളരെ പ്രയാസത്തോടുകൂടിയും വേദനയോടുകൂടിയും മുന്നോട്ട് തള്ളി നീക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും നാമേയും നമ്മുടെ മക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, അതൊക്കെയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ചെറിയ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ അത് സാധിപ്പിച്ചു തരും. അതുകൊണ്ട് ആരും ഈ ദിക്ർ മറക്കാതെ ജീവിതത്തിൽ ചൊല്ലണം. ഞാൻ നിങ്ങൾ ആ ദിക്ർ ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടില്ല, ആഗ്രഹം കിട്ടിയിട്ടില്ല, എന്നാൽ നിങ്ങൾ ഇത് നിർത്തരുത്, ചൊല്ലൽ നിർത്തരുത്. ചിലപ്പോൾ 2 ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഉദ്ദേശം നടന്നു കിട്ടും. ഇനി 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നടന്നു കിട്ടില്ലെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ടൊരു 7 ദിവസം നിങ്ങൾ ഈ ദിക്ർ ചൊല്ലി നോക്കൂ. ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നിരിക്കും. കാരണം ഇതൊക്കെയും ഞാൻ വെറുതെ പറയുകയില്ല, ഇതൊക്കെയും ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ അവരൊക്കെയും അവരുടെ ജീവിതത്തിൽ ഈ ദിക്ർ ചൊല്ലി പരീക്ഷിച്ച് അതിൽ വിജയം കണ്ടെത്തിയ ഒരു ദിക്റാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ എത്രയും വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും അറിയാം, അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നടക്കാത്തതായിട്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാത്തതായിട്ട് ഒരു കാര്യവുമില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാം, ദുആക്ക് ഇജാബത്തുണ്ട് എന്ന്. എന്നാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇത്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു ഇസ്മാണ് ഇത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് ആരെങ്കിലും ഒരാൾ വെറും 3 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഉദ്ദേശങ്ങൾ, അവൻ്റെ ആഗ്രഹങ്ങൾ അവനക്ക് നിറവേറ്റി കൊടുക്കുമെന്ന്. കാരണം ഈ ഇസ്മ നമ്മൾ 3 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിലേക്ക് തിരിയും. അതായത് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി തരാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിലേക്ക് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കത് ദോഷമില്ലെങ്കിൽ, ഖൈറാണെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അത് നൽകും.
കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ നാമങ്ങൾ പറയുന്നത്, അവൻ്റെ നാമങ്ങൾ ദിവസവും ചൊല്ലുന്നത്, ധാരാളമായിട്ടും ചൊല്ലുന്നത് അവനിക്ക് വലിയ ഇഷ്ടമാണ്. അവനെ പുകഴ്ത്തുകയാണല്ലോ നമ്മൾ. അവനെ നമ്മൾ ധാരാളം പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എവിടെയും പരാജയപ്പെടുത്തില്ല. നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നമ്മെ ഇഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചാൽ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. നമ്മൾ ജീവിതത്തിൽ എവിടെയും പരാജയപ്പെടില്ല. എന്നും നമുക്ക് സന്തോഷവും സമാധാനവുമായിരിക്കും. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ, നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന വഴികളിലൂടെ നമുക്ക് വലിയ സന്തോഷമുണ്ടാകുന്ന രീതിയിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിറവേറ്റിത്തരും. മാത്രമല്ല, പ്രയാസങ്ങൾ തന്ന്, പ്രതിസന്ധികൾ തന്ന്, കടങ്ങൾ തന്ന്, രോഗങ്ങൾ തന്ന്, കയ്യിൽ പണമില്ലാതെ ദാരിദ്ര്യം തന്ന്, അപകടങ്ങൾ തന്ന്, ആക്സിഡൻറ്റുകൾ തന്ന്, ജീവിതത്തിലെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി, ജീവിതത്തിൽ ബറക്കത്ത് നൽകാതെ, നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊന്നും നിറവേറ്റിത്തരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുകയില്ല, നമ്മെ പ്രയാസപ്പെടുത്തുകയില്ല. കാരണം വെറും 3 പ്രാവശ്യം യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലുന്നതിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ അത്രക്കും വലിയ മഹത്വമുള്ള ദിക്റായിട്ടാണത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ മിന്നൽ വേഗത്തിൽ നിറവേറിക്കിട്ടാൻ മഹാനായ സയ്യിദുൽ ബക്കരി തങ്ങൾ അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ പാതിരാ സമയത്ത്, തഹജ്ജുദിൻ്റെ സമയത്ത് 1000 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ്റെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും, അത് ദുനിയാവിലേതായിക്കോട്ടെ ആഖിറത്തിലേതായിക്കോട്ടെ, ഏത് കാര്യവും നല്ല ഹലാലായ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എളുപ്പത്തിൽ നിറവേറ്റി കൊടുക്കുമെന്ന് മഹാനായ സയ്യിദുൽ ബക്കരി തങ്ങൾ അവിടുത്തെ കിതാബിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്. ഇത് 1000 പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും എടുക്കില്ല. ഏറിപ്പോയാൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് 1000 പ്രാവശ്യം ചൊല്ലി തീർക്കാൻ കഴിയും. അതിന് മുമ്പേ നമുക്ക് ചൊല്ലി തീർക്കാൻ സാധിക്കും. എന്നാൽ അതുകൊണ്ട് നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റി തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് 1000 പ്രാവശ്യം ചൊല്ലാൻ വലിയ മടിയാണെങ്കിൽ, മടി തോന്നുന്നുണ്ടെങ്കിൽ, മടി തോന്നില്ല, ഈ ദിക്ർ ചൊല്ലി തുടങ്ങിയാൽ തന്നെ നമുക്ക് അങ്ങനെ ധാരാളം ചൊല്ലാൻ തന്നെ തോന്നിക്കൊണ്ടേയിരിക്കും. ചൊല്ലാനുള്ള ആവേശം നമുക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. നല്ല സന്തോഷവും സമാധാനവുമായിരിക്കും നമ്മുടെ മനസ്സിൽ. കാരണം അത്രക്കും വലിയ മഹത്വമുള്ള, അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള ഒരു നാമമാണ് യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. ഇനി നിങ്ങൾക്ക് ഇതിനും സമയമില്ലെങ്കിൽ വെറും 3 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നിങ്ങളുടെ ആവശ്യം നിറവേറ്റിത്തരും. ധാരാളം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. ചുരുങ്ങിയത് നിങ്ങൾ 3 പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മാത്രമല്ല, എല്ലാ ദിവസവും നിങ്ങൾ ഇതൊരു 100 പ്രാവശ്യമെങ്കിലും പതിവായി ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് പരാജയങ്ങൾ വരില്ല, വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഈ ദിക്ർ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ ജീവിതത്തിൽ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ മാറ്റി തരട്ടെ. സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ. ജോലി ഇല്ലാത്തവർക്ക് അല്ലാഹു ജോലി നൽകട്ടെ. വിവാഹം ശരിയാകാത്തവർക്ക് അല്ലാഹു നല്ല ഖൈറായ ഒരു വിവാഹം, നല്ലൊരു ഇണയെ അവർക്ക് നൽകട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു സ്വാലിഹായ സന്താനങ്ങളെ നൽകട്ടെ.
മരിക്കുന്നത് വരെ നല്ല ആരോഗ്യത്തോടു കൂടിയും ആഫിയത്തോടു കൂടിയും ദീർഘായുസോടു കൂടി സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഐശ്വര്യത്തോടു കൂടിയും ബറക്കത്തോടു കൂടിയും ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ അന്തസ്സോടു കൂടി ജീവിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.